ഹായ്, ടെക് ആൻഡ് അഗ്രി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രഷ് കട്ടറിനെ കുറിച്ച് പറയാൻ തന്നെയാണ്. ബ്രഷ് കട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇംപ്ലിമെൻറ്റിനെ കുറിച്ച്. ഇതാണ് സംഭവം. നമ്മൾ പുല്ലുവെട്ടി യന്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഈ ബ്ലേഡിലാണ് ഞാൻ ഈ ചെയിൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. മരം മുറിക്കാൻ ഉപയോഗിക്കുന്ന ആ മെഷീൻ്റെ ഒരു ചെയിനാണിത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പുല്ല് വെട്ടാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ എന്തിനാണ് ഫിറ്റ് ചെയ്തത് എന്നാണ് പിന്നെ ഒരു ചോദ്യം. അത് നമ്മൾ ഈ കൂടുതൽ കല്ലുള്ള സ്ഥലങ്ങളിലൊക്കെ ബ്ലേഡ് ഇട്ട് ചെയ്യുന്ന സമയത്ത് കല്ലിലടിച്ചിട്ട് ഗിയർ ബോക്സ് പോകുന്ന ഒരു പരാതി, ആ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഉപയോഗം എന്താണെന്നും ഞാൻ വിശദമായിട്ടൊന്ന് കാണിച്ചു. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു പഴയ ബ്ലേഡാണ്. ഈ ബ്ലേഡിൻ്റെ ഏതാണ്ട് ഒരു 2 ഇഞ്ച് ഇതേപോലെ നിർത്തിയിട്ട് ബാക്കി ഈ ഭാഗം എല്ലാം കട്ട് ചെയ്ത് കളയണം. അത് ഒരേ അളവായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജെർക്കായിട്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഇതേപോലെ കട്ട് ചെയ്ത് പിന്നെ ആ ചെയിൻ ഇതിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നുള്ളത്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇത് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല. ഇപ്പോൾ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് തന്നെ പഠിക്കാവുന്ന കേസേ ഉള്ളൂ. അപ്പം ഇത് ഉപയോഗിക്കാനുണ്ടായ മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ, ഒരുപാട് തവണ ഇതേപോലെ എൻ്റെ കയ്യിൽ നിന്നല്ല, എല്ലാ ഈ ബ്രഷ് കട്ടർ ഉപയോഗിക്കുന്ന സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും ഇനി ഇതിന് വർക്കിന് പോകുന്ന ആളുകളാണെങ്കിലും നേരിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും ഈ ബ്ലേഡ് തട്ടിയിട്ട് ഗിയർ ബോക്സിൻ്റെ കംപ്ലയിൻറ്റ്. ഗിയർ ബോക്സ് മാത്രമല്ല, അതുപോലത്തെ ഡിസ്ക് പൊട്ടിയിട്ട് പോകും, അതേപോലെ തന്നെ ക്ലച്ച് പോകും, അതിൻ്റെ ഷാഫ്റ്റ് പല്ലും ഈ ഗിയറിലേക്ക് പോകുന്ന ഭാഗവും അതേപോലെ തന്നെ ഡിസ്കിലേക്ക് കയറുന്ന ആ ഭാഗവും തേഞ്ഞു പോകും. അങ്ങനെ പലവിധ കംപ്ലൈൻറ്റാണ് ഈ ബ്ലേഡ് ഇട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ശാശ്വതമായിട്ടുള്ളൊരു ഉപയോഗം എന്ന് ഞാൻ അത്ര തന്നെ 100% ഉറപ്പിച്ച് പറയണമെന്നില്ല. കാരണം നമ്മൾ ബ്ലേഡ് റോപ്പ് ഇട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ ഇതിന് ചിലവ് വരുന്നുണ്ട്. റോപ്പിന് ഒരു പരിധി വരെ പോകും, ബ്ലേഡിനേക്കാൾ പോകും, അതിനേക്കാൾ പോകും ഇതിന്. നമ്മളിപ്പം കൂടുതലായിട്ട് ഇത് ചെയ്യാണ്ടായ കാരണം ഞാൻ പറഞ്ഞല്ലോ, കല്ലിൽ ചെന്ന് അടിക്കുക, ഈ കംപ്ലൈൻറ്റുകൾ തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എന്ന് വേണം. കൂടുതൽ കല്ലുള്ള ഭാഗത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത്. മരം മുറിക്കണ മെഷീനിൽ നിന്ന് എടുത്ത പഴയ ബ്ലേഡ് ചെയിനാണിത്. ഈ ചെയിനിൻ്റെ പല്ലുള്ള ഭാഗമല്ല നമ്മൾ പുല്ലിട്ടാൻ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ബാക്ക് ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ചിറക് പോലെ നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉണ്ടോ, ഈ ഓരോ ഭാഗത്തും നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് മൂർച്ച വരുത്തിയിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ 8 കണ്ണി ഇട്ടിട്ടുണ്ട്. 8 കണ്ണി ഇടാൻ പാടില്ല, അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. 6 കണ്ണി മതി. 6 കണ്ണിയാണെങ്കിലുള്ളൂ കറക്റ്റായിട്ട് കറക്കം കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ അതുപോലെ തന്നെ വേലിയരിക്കലുള്ള കല്ലുകൾ, അതായത് അതിരിക്കല്ലുകളുണ്ടല്ലോ, അവിടെ കൂടുതലായിട്ട് പുല്ല് കെട്ടി നിന്നിട്ട് അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് അപ്പോൾ ഊരകം പോലുള്ള ചെടികളൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് റോപ്പിട്ടാൽ അത് എങ്ങനെയായാലും പോവില്ല. അപ്പോൾ പിന്നുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ബ്ലേഡാണ്. ബ്ലേഡ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഞാൻ കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ചെറിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്ലേഡിൽ ഒരു ഹോള്, ഒരു തുള ഇട്ടിട്ട് അതിൽ 2 വാഷറും വെച്ച് ഇത് ഒരു ചെറിയൊരു ചുറ്റിയിട്ട് അതിൽ സ്ക്രൂ ചെയ്ത് മുറുക്കിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ടൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ അത് ഉപയോഗിക്കാറുള്ളത്. അത് വർക്ക് സൈറ്റിലായതുകൊണ്ടും മഴ കൂടുതലായിട്ടും ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇത് നല്ലൊരു മെത്തേഡാണ് എന്ന് അറിയിക്കാനും കൂടിയാണ് ഞാനിത് ചെയ്തിരുന്നത്. ഇതുപോലെ ഇനി സാധാരണത്തെ പോലെ തന്നെ ബ്ലേഡ് ഇട്ട് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, സ്റ്റാർട്ടാക്കിയിട്ട് റോപ്പ് കറങ്ങുന്ന അതേപോലെ തന്നെ. വേറെ പ്രശ്നങ്ങളോ കംപ്ലൈൻറ്റുകളോ ഒന്നും വരാനൊന്നും സാധ്യത കുറവാണ്. ഇനി വെൽഡ് ചെയ്താണെങ്കിൽ പോലും അത് താൽക്കാലികമായി മാറും. കല്ലിൽ തട്ടി അതിൻ്റെ കണ്ണിയൊക്കെ അഥവാ തെറിച്ച് പോകാൻ സാധ്യത വളരെ കുറവാണ്. നല്ല ഒന്നാന്തരം സ്റ്റീലാണത്. അപ്പോൾ അതേപോലെ പുല്ല് വെട്ടാനും കാടുള്ള ഭാഗം വെട്ടാനും ഒക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പുല്ല് വെട്ടാനൊക്കെ ഫസ്റ്റാണിത്. 6 കണ്ണിയാണെങ്കിൽ ഫസ്റ്റായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഒരുപാട് ഭാഗം ചെയ്യാം. ഈ ചെറിയ തെങ്ങിൻ്റെ ചുറ്റിനൊക്കെ ഞാൻ ട്രയൽ ചെയ്തതാണത്. കണ്ണി അതിൽ കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 8 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. 8 കണ്ണി വെച്ച് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഹാർഡുള്ള പുല്ലിനുള്ള സമയത്ത് ചുറ്റി
പെടാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാനത് 6 കണ്ണിയാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ഏതാണ്ട് നമ്മൾ റോപ്പ് ഇടുന്ന അതേ അളവ്. റോപ്പ് നമ്മൾ ഇടുമ്പം ഏതാണ്ട് 12 മുതൽ 15 സെൻറ്റിമീറ്റർ ഇടാറുണ്ടല്ലോ, അതേ അളവിലാണ് ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത്. കണ്ടോ, വലിയ പുല്ല് വെട്ടുന്ന സമയത്ത് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഈ ഭാഗത്ത് അതിർക്കല്ലുകളൊക്കെ ഉള്ള ഭാഗമാണ്. അപ്പോൾ അതിലൊന്നും ആ കല്ലിലും തട്ടിയിട്ട് ഒരു പ്രശ്നമല്ല. നമ്മൾ ബ്ലേഡാണെന്ന് ഉണ്ടെങ്കിൽ അതിൽ തട്ടിയിട്ട് അതിൻ്റെ സൗണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കലും പിന്നെ ആ അതിർക്കല്ല് അവിടെ മുറിയലും നമ്മുടെ മെഷീൻ്റെ കംപ്ലൈൻറ്റുകളും ഒക്കെ കൂടി ഒരുമിച്ച് സംഭവിക്കും. അതൊന്നുമില്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 100% നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. അതിൽ ഒരു മാറ്റമല്ല. ഞാനിപ്പം ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് കാലത്തെ ഒരു 8-10 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഈ കാടുവെട്ട് മെഷീനിലുള്ളെങ്കിൽ പോലും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതെല്ലാം വളരെ റിയലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബ്രഷ് കട്ടറിൻ്റെ കൂടുതൽ വിവരങ്ങളും ഇതിനെ റിപ്പയറിങ്ങുമായിട്ട് ഇനി ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം എല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ചെയ്യുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരും. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടും വരെ ബൈ ബൈ.